പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ എയ്ഡഡ് കോളേജുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി നിങ്ങൾ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിലുള്ള സ്ഥാനം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്താലെത്തുന്ന പ്രൊഫൈൽ പേജിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ മാത്രമായിരുന്നു കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകിയിരുന്നത്. ആ ഒരു കോളേജിൽ ഈ വിദ്യാർത്ഥിക്കുള്ള റാങ്ക് 91ാമത്തെ റാങ്കാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് നടത്തിയിരുന്ന ഓരോ കോളേജിലെയും ഓരോ കോഴ്സിലെയും റാങ്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഇനി റിപ്പോർട്ടിംഗ് അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകി റിപ്പോർട്ടിംഗ് നടത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കാര്യം. സാധാരണ വർഷങ്ങളിൽ അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് രണ്ടാമത് ഓപ്ഷൻ നൽകി റിപ്പോർട്ടിംഗ് നടത്താനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകാറില്ല. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ഇനിയുള്ള കമ്മ്യൂണിറ്റി സീറ്റുകളെല്ലാം ഫിൽ ചെയ്യപ്പെടുക. കൂടാതെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഓരോ കോളേജിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ എത്ര സീറ്റുകളുണ്ട്, എനിക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം. ഓരോ കോളേജിലും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എത്ര സീറ്റുകളുണ്ട്, അതിൽ ഫിൽ ചെയ്യപ്പെടുന്ന സീറ്റുകൾ എത്രയാണ് എന്നറിയാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കോളേജസ് എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ എയ്ഡഡ് എന്ന് കാണാം. എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണല്ലോ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുള്ളത്. അതിൽ ഇവിടെ മൂന്നാമതായിട്ട് എയ്ഡഡ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് നൽകുക. അപ്പോൾ അവിടെ എത്രയാണ് ഓരോ കോഴ്സിലും ആകെയുള്ള സീറ്റുകൾ എന്ന് കാണിക്കുന്നതാണ്. ഞാനിവിടെ EMEA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊണ്ടോട്ടി എന്നുള്ളതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ കോളേജിലുള്ള ഓരോ കോഴ്സുകളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ സീറ്റുകൾ എത്രയെന്നുള്ളത് നൽകിയിട്ടുണ്ട്. ഇവിടെ എയ്ഡഡ് സീറ്റുകളിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ഉണ്ടാവുക. ആദ്യം നൽകിയിരിക്കുന്ന BA ഇംഗ്ലീഷിന് 40 സീറ്റുകളാണുള്ളത്. അതുപോലെ മറ്റു കോഴ്സുകളിലും എത്ര സീറ്റുകളുണ്ട് എന്ന് നൽകിയിട്ടുണ്ട്. 40 സീറ്റുള്ള കോഴ്സാണ് എങ്കിൽ അതിൽ 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയിലായിരിക്കും ഫിൽ ചെയ്യപ്പെടുക. അതായത് ആ കോഴ്സിൽ 8 സീറ്റുകൾ ഫിൽ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും. മൈനോറിറ്റി വിഭാഗം നടത്തുന്ന കോളേജുകളിലാണ് 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട വഴി ഫിൽ ചെയ്യപ്പെടുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നിവ. അതേസമയം ജനറൽ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എയ്ഡഡ് കോളേജ് ആണെങ്കിൽ അവിടെയുള്ള ആകെ സീറ്റിൻ്റെ 10% മാത്രമായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട വഴി ഫിൽ ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ പിന്നിലാണ് എന്ന് കരുതി അഡ്മിഷൻ ലഭിക്കില്ല എന്ന കാര്യം നിങ്ങൾ അങ്ങ് ഉറപ്പിക്കരുത്. കാരണം കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ള പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്തവരായിരിക്കും. അങ്ങനെയുള്ളവർ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വഴി അഡ്മിഷൻ എടുക്കുന്നതല്ല. ബാക്കിയുള്ള ആ ഒരു അവസരം പിന്നിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏത് റാങ്ക് വരെ ഉള്ളവർക്ക് കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ നൽകി എന്നുള്ള കാര്യം ഫോൺ വഴി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളെക്കാൾ 4, 5 റാങ്കിൽ മുന്നിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർ പറയുകയാണ് എങ്കിൽ നിങ്ങൾ നിരന്തരം കോളേജുമായിട്ട് ബന്ധപ്പെടണം. കാരണം ഇതിൽ ഒരു അലോട്ട്മെൻറ്റ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ബന്ധപ്പെടാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ കോളേജുകാർ നിങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് അഡ്മിഷൻ നൽകിയാൽ നിങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പ് പറയുകയാണ് എങ്കിൽ വെബ്സൈറ്റ് ലോഗിനിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്ക് വഴി ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് കോളേജിലേക്ക് പോകേണ്ടത്. ഇതിനകം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫീ പേയ്മെൻറ്റ് നടത്തിയവർ ആണ് എങ്കിൽ രണ്ടാമത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം വരുന്നു. കൂടാതെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തവർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിലല്ല ഇഷ്ടം, കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച സീറ്റിലാണ് ഇഷ്ടമെങ്കിൽ അവിടെ നിന്ന് TC വാങ്ങി എല്ലാ ഡോക്യുമെൻസുകളും വാങ്ങി ഫീസ് എല്ലാം തിരികെ വാങ്ങി രണ്ടാമത്തെ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിങ്ങൾ കൂടിയ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് വഴി എത്ര തുകയാണ് ഫീ ആയിട്ട് നൽകേണ്ടത് അത്ര തുക തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയിലും അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ നിന്ന് സീറ്റ് ഉറപ്പ് പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് പോകാനുള്ള സമയം 3rd അലോട്ട്മെൻറ്റ് വരുന്നത് വരെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ പറയുക, ഞാൻ ഇപ്പോൾ വരുന്നതല്ല, 3rd അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അവിടേക്ക് എത്തുകയുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സീറ്റ് അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അവർ അടുത്ത ആളെ, റാങ്കിൽ തൊട്ടടുത്ത ആളെ വിളിച്ച് അവർക്കായിരിക്കും സീറ്റ് നൽകുക. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൻ്റെ അഡ്മിഷൻ സാധാരണ വർഷങ്ങളിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കാറുണ്ട്. അഡ്മിഷൻ പ്രോസസ്സ് ഏറെക്കുറെ അവസാനിക്കുന്നത് വരെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റാങ്കിൽ പിന്നിലുള്ള വിദ്യാർത്ഥികളും
കോളേജുമായി ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. ഇനി പലർക്കും അറിയേണ്ട കാര്യമാണ് എന്നാണ് തേർഡ് അലോട്ട്മെൻറ്റ് UG തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ പ്രകാരം 5/7/2024 അലോട്ട്മെൻറ്റ് വന്നാൽ എല്ലാ ഡീറ്റെയിൽസുകളും അറിയിക്കുന്ന വീഡിയോകൾ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.